എനിക്ക് വിശ്വാസത്തിന്റെ ഭ്രാന്തുണ്ടടാ. കാര്യം ഞാൻ സാധാരണ കാര്യം പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് മുഴുവന് എക്സ്ട്രാ ഓർഡിനറി. ഡോക്ടർ പറയ അവർ വിശ്വാസത്തിന്റെ ഭ്രാന്താണ്. പാസ്റ്റർ പറയ എനിക്ക് വിശ്വാസത്തിന്റെ ഭ്രാന്തുണ്ടടാ. ഭ്രാന്തനാണ്. വിശ്വാസത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ഒരുത്തൻ കയറിപ്പോയാൽ അവനവന്റെ ഭ്രാന്താണ്. വിശ്വാസത്തിന്റെ ഭ്രാന്ത് കാണുന്നവർ പറയ ഇത് എങ്ങനെ? പിള്ളേരെ കൊണ്ട് സ്കൂളിൽ ചേർത്തവൻ പറയുന്നു, ആമൻ ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു, എനിക്കൊരല്പം ഭ്രാന്തുണ്ട്, വിശ്വാസത്തിന്റെ ഭ്രാന്ത്. ഓ, എൻ്റെ ദൈവം എനിക്ക് തരുമെന്നുള്ള ഭ്രാന്ത്. നീതിമാന്റെ സന്തതി അപ്പത്തിനായി ഇരക്കാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. എൻ്റെ ശാഖകൾ എന്തുകൊണ്ട് വെട്ടപ്പെട്ടു? എൻ്റെ കുടുംബ ജീവിതം പകുതി വഴി എന്തുകൊണ്ട് വെട്ടപ്പെട്ടു? എൻ്റെ സാധ്യതകൾ എന്തുകൊണ്ട് കരിഞ്ഞുപോയി? എൻ്റെ ജീവിതം മാത്രം എന്തുകൊണ്ട് തീച്ചൂളയിലേക്ക്? തരാമെന്ന് പറഞ്ഞ വാഗ്ദത്തം എവിടെ? എനിക്ക് തരാമെന്ന് പറഞ്ഞ നന്മ എവിടെ? എനിക്ക് തരാമെന്ന് പറഞ്ഞ അത്ഭുതം എവിടെ? ഇന്നത്തെ ജീവിതം നാം ഞെരുങ്ങിയായിരിക്കാം മുൻപിലേക്ക് പോകുന്നത്. ഒലിവ് ചതയ്ക്കുന്നത് പോലെ നിന്റെ ജീവിതം ഇടിച്ചു നുറുക്കി ഓരോ ദിവസവും തള്ളി നീക്കുന്നെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നീ പുറത്തു വരാൻ സമയമായി. പിശാച് പറയും, എടാ തീർന്നു, നിന്റെ വിശ്വാസം വിട്ടെറിഞ്ഞ് പോ. 10 മടങ്ങ് അനുഗ്രഹിക്കപ്പെടുന്നതിന് മുൻപ് പറയ, നീ വിളിച്ച ദൈവം നിനക്ക് എന്തോ തന്നു, പോയി ചാകടോ. അടുത്തെന്ത് ചെയ്യണമെന്നറിയാതെ, കുന്നിൽ തടഞ്ഞ പുഴ ഒഴുകാൻ അറിയാതെ പകച്ചു നിൽക്കുന്നത് പോലെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വന്നു നിൽക്കുമ്പോൾ അറിയണം, ഞാനൊരു മഹത്വം കാണാൻ പോകുന്നു. ഞാൻ പിടിച്ചിരിക്കുന്ന അവസാനത്തെ പിടിവള്ളിയും എന്നെ വിട്ട് അകന്നു പോയാലും എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ പലരും എന്നെ കാണുമ്പോൾ വഴിമാറി എന്നെ കാണുമ്പോൾ വഴിമാറി എന്നെ തള്ളി മാറ്റി നീയും നിന്റെ നിഴലും മാത്രമായി തനിച്ചാകപ്പെടുന്ന നേരത്ത് ഡോക്ടർ പറയും അസാധ്യ. പക്ഷെ ഡോക്ടറിനെ പോലും നിർമ്മിച്ച എൻ്റെ ദൈവത്തിന്, മനുഷ്യന്റെ ഞാടി ഞരമ്പുകളെ മണ്ണിൽ നിന്ന് വെച്ച് പിടിപ്പിച്ച എൻ്റെ ദൈവത്തിന്, അവൻ ഇന്നും അത്ഭുതങ്ങളുടെ മന്ത്രിയാണ്. വെട്ടാൻ ഒരു സമയമുണ്ടെങ്കിൽ മുളയ്ക്കാൻ ഒരു സമയമുണ്ട്. ആ മുളപ്പ് അത് ഇന്നലെ നീ തഴച്ചതുപോലെയല്ല, പല ശാഖകൾ. ഒരു ദൈവ പ്രവൃത്തി ചലിക്കുന്ന സമയമുണ്ട്. ദൈവത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങിയാൽ പിടിച്ചു നിൽക്കാൻ തടുക്കാൻ ഒരു പിശാച്. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം പറഞ്ഞെങ്കിൽ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ മറ്റൊന്നും നിങ്ങൾ നോക്കരുത്. ഏത് മരുഭൂമിയിൽ കുഴി വെട്ടിയാലും അതിനകത്ത് വെള്ളം നിറയും. എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒന്നെനിക്കറിയാം, പറഞ്ഞവൻ സർവശക്തനാണ്. ഒരു ദൈവമഹത്വം വെളിപ്പെട്ടാൽ, ഒരു ദൈവശക്തി നിന്റെ ജീവിതത്തിൽ ചലിച്ചാൽ അവന്റെ മുൻപിൽ കൂടെ പറക്കും. ഓ, നീ പറക്കും, നീ ഉയര്. നിന്നെ നിന്ദിച്ചവന്റെ മുൻപിൽ വെച്ച് ദൈവം നിന്നെ തെളിയിക്കാൻ പോകുകയാണ്. നീ ആരെന്ന് ദൈവം തെളിയിക്കും. ദൈവത്തെ മാത്രം ആശ്രയിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ കേൾക്കുക എന്ന് പറഞ്ഞ, ഈ ലോകത്തിൽ നമ്മുടെ മനം ചാഞ്ഞു പോകാതെ ദൈവത്തിൽ മാത്രം അടിസ്ഥാനമിട്ടിരിക്കുന്നവർ, അതൊരു പാസ്റ്ററിലല്ല, അതൊരു വിശ്വാസിയിലല്ല, അതൊരു ബാങ്കിലല്ല, അതൊരു ഡോക്ടറിലല്ല, അവൻ ദൈവത്തിൽ മാത്രം അടിസ്ഥാനം ഇട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ കേൾക്കുക, ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് പറയരുത്. ഈ പ്രതികൂലം വരുമ്പോൾ നിങ്ങൾ പറയണം, ഞാനൊരു ദൈവമഹത്വം കാണാൻ പോകുന്നു. യേശു കർത്താവിനെ പോയി വിളിച്ചു, വരണം. ഇവന് ദീനമായിട്ട് കിടക്കുവാണ്. 4 ദിവസമായ ഒരു നാറ്റക്കേസ്. ആമേൻ. യേശുവിൻ്റെ ബഥാനിയിലെ ലാസർ യേശുവിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ്. ബഥാനിയിൽ വന്നാൽ അവൻ ലാസറിൻ്റെ വീട്ടിൽ പാർക്കും, അവിടെ നിന്ന് ആഹാരം കഴിക്കും. വലിയ ക്ലോസ് ഫ്രണ്ട്സാണ് അവർ, ഭയങ്കര സ്നേഹിതന്മാരാ. പക്ഷെ വേദപുസ്തകം പറയുന്നു, കഷ്ടം വന്നപ്പോൾ, ആമൻ ലാസറിന് രോഗം വന്നപ്പോൾ യേശു അടുത്തില്ല. യേശു വിദൂരയിലായിരുന്നു. പോയി വിളിച്ചു, വരണം, സ്നേഹിതൻ മരിപ്പാറായി കിടക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ലാസർ മരിച്ചു. വേദപുസ്തകം പറയുന്നു, അവനെ കല്ലറക്കകത്ത് കൊണ്ടുവച്ചു, അവനെ അടക്കി. 4 ദിവസമായി. 4 ദിവസം പഴക്കമുള്ള വിഷയമായിട്ട് ആരെങ്കിലും വന്നെങ്കിൽ ഇന്ന് പകൽ പറയണം, ഞാനൊരു മഹത്വം കാണാൻ പോകുന്നു.
വർഷങ്ങൾ പഴകിയ വിഷയമായിട്ട് ആരേലും വന്നെങ്കിൽ പറയണം, ഞാനൊരു മഹത്വം കാണാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നും നിങ്ങൾ അതേ വേദനയോട് ചുമക്കുന്ന ഭാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ പറയണം, കൊണ്ടുവന്നതിന് ഞാൻ തിരികെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു ദൈവ മഹത്വം കാണാൻ പോകുന്നു. ഈ പകൽ ഞാനൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ പോകുന്നു. ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നവനൊരു പ്രത്യേകതയുണ്ട്. അവൻ സാധാരണ ഒരു മനുഷ്യനല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ പ്രത്യേകത, അവൻ ദൈവത്തിൽ തന്നെയാണ്, ദൈവത്തിൽ മാത്രമാണ് അടിസ്ഥാനം ഇട്ടിരിക്കുന്നെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒരു മൊട്ടുസൂചി പോലും കൊള്ളത്തില്ല. വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിന്റെ തലമുടി നാര് ഒന്ന് നിലത്ത് വീഴണമെങ്കിൽ അത് ദൈവം അറിഞ്ഞിരിക്കണം. ദൈവം സമ്മതിക്കാതെ ഒരു മൊട്ടുസൂചി പോലും നിന്റെ ശരീരത്തിൽ വന്ന് പതിക്കത്തില്ല. അതുകൊണ്ട് പ്രശ്നങ്ങൾ, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, ജീവിതത്തിൻ്റെ പരിപരിക്കൻ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ, വിജനമായ വഴിത്താരയിൽ വഴിയറിയാതെ, അടുത്തെന്തു ചെയ്യണമെന്നറിയാതെ, കുന്നിൽ തടഞ്ഞ പുഴ ഒഴുകാൻ അറിയാതെ പകച്ചു നിൽക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വന്നു നിൽക്കുമ്പോൾ അറിയണം, ഞാനൊരു മഹത്വം കാണാൻ പോകുന്നു. ഞാനൊരു ദൈവത്തിൻ്റെ ഗ്ലോറി കാണാൻ പോകുന്നു. ആമേൻ. അതങ്ങനെ ദൈവം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു കുഞ്ഞുണ്ട്. ഒരു 4 മാസമേ ആയിട്ടുള്ളൂ ഒരു കുഞ്ഞ്. ഞാനൊരു പാരമ്പര്യ ക്രിസ്ത്യാനിയല്ല. ഞാൻ ദൈവത്തെ അറിഞ്ഞ് ദൈവനാമത്തിന് വേണ്ടി ഇന്ന് നിന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പ്രസംഗിക്കുന്നതെല്ലാം ആമേൻ ഭയങ്കര വിശ്വാസത്തോടെ എൻ്റെ ദൈവം തരുമെന്ന് പറഞ്ഞാൽ തരുമെന്ന് പറഞ്ഞ് തന്നെ പ്രസംഗിക്കും. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യ ഡെലിവറി സമയമായപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് BP ഹൈ ആയിരുന്നു, ഭയങ്കര ഹൈ ആയിരുന്നു. എന്നോട് പറഞ്ഞു, കുഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യതയില്ല, ചിലപ്പോൾ താങ്കളുടെ ഭാര്യയ്ക്ക് പോലും അപകടം സംഭവിച്ചേക്കാം, കുഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്, വേഗത്തിൽ സിസേറിയൻ ചെയ്യണം. അവരൊരു ഒപ്പിട്ട് വാങ്ങിച്ചു. വീണ്ടും എന്നെ വേഗത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു, താങ്കൾ വീണ്ടും ഒരു സൈൻ ചെയ്യണം. എന്താണത്? അതെ, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജാണ്. കുഞ്ഞ് കിട്ടുക അസാധ്യമായ കാര്യമാണ്. വേഗത്തിൽ എൻ്റെ ഹൃദയം ഒന്ന് പൊടിയാൻ തുടങ്ങി. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ പ്രസംഗിക്കുന്ന കാര്യം അത് ഞാൻ ദൈവത്തെ രുചിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ പ്രസംഗിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ തെളിയിക്കണമെന്ന് വാശി പിടിക്കുന്ന ഒരുത്തനാണ് ഞാൻ. വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞാൽ വിശ്വാസത്തിൽ തന്നെ നിൽക്കണം. ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ മറ്റൊന്നിലും മനം ചായരുത്, വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. വട്ടപൂജ്യമാകുമ്പോഴും എൻ്റെ ആഗ്രഹം ഇതാണ്, മറ്റൊന്നിൽ ആശ്രയം വെക്കത്തില്ല, ദൈവത്തിൽ തന്നെ. ആമേൻ. ഇത് പറയുന്നത് കൊണ്ട് തന്നെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, വേഗത്തിൽ എൻ്റെ ഹൃദയം ഒന്ന് വേദനിച്ചു. ഞാൻ പറഞ്ഞു, ദൈവമേ, ജാതിയിൽ നിന്ന് വന്നു, ഞാൻ ഭയങ്കരമായി ദൈവത്തെ പറയുന്നു, ദൈവത്തെക്കുറിച്ച് ദൈവം എല്ലാം തരുമെന്ന് ഞാൻ പറയുന്നു, ദൈവത്തിന് രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് ഞാൻ പറയുന്നു, ദൈവത്തിന് വിടിവിപ്പാൻ കഴിയുമെന്ന് പറയുന്നു, ദൈവം അത്ഭുത മന്ത്രി എന്ന് ഞാൻ പറയുന്നു. ഇങ്ങനൊരു അനർത്ഥം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ അത് ഇനി ഞാൻ എങ്ങനെ മൈക്കെടുത്ത് ഇതുപോലെ വിളിച്ചു പറയും? എൻ്റെ മനസ്സിൻ്റെ ഭാരം ഈ ഒരൊറ്റ ചിന്ത മാത്രമാണ്. ഇനി എങ്ങനെ ഞാൻ പ്രസംഗിക്കും? എങ്ങനെ ഞാൻ ദൈവം കരുതുമെന്ന് പറയും? എങ്ങനെ ദൈവം അത്ഭുതങ്ങളിൽ വഴി നടത്തുമെന്ന് പറയും? എങ്ങനെ നിങ്ങളുടെ രോഗത്തെ ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയുമെന്ന് ഞാൻ പറയും? എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയവനായി SAT-യിലൂടെ ഇങ്ങനെ നടക്കപ്പെടുമ്പോൾ വേഗത്തിൽ എൻ്റെ അകത്ത് ഒരു ധൈര്യം വരാൻ തുടങ്ങി. എന്താണെന്നറിയത്തില്ല, പെട്ടെന്നൊരു ദൈവശക്തി എൻ്റെ മേൽ കടന്നു വന്നു. ഒരു അകത്തൊരു ബലം. ഞാൻ ജീവിക്കുന്നവനാണ്. ഇന്നും എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. ഡോക്ടർ പറയും അസാധ്യ, പക്ഷെ ഡോക്ടറിനെ പോലും നിർമ്മിച്ച എൻ്റെ ദൈവത്തിന്, മനുഷ്യൻ്റെ ഞാടി ഞരമ്പുകളെ മണ്ണിൽ നിന്ന് വെച്ച് പിടിപ്പിച്ച എൻ്റെ ദൈവത്തിന്, അവൻ ഇന്നും അത്ഭുതങ്ങളുടെ മന്ത്രിയാണ്. പെട്ടെന്ന് എൻ്റെ അകത്തൊരു ധൈര്യം വന്നു. പെട്ടെന്നൊരു ധൈര്യം. അന്ന് ഈ ഇത്ര ക്രിട്ടിക്കൽ സ്റ്റേജായിട്ട് പേറുക്കടയിൽ നിന്ന് SAT-യിലേക്ക് പോകുമ്പോൾ ഞാനിവിടെ ഇല്ല. സുവിശേഷം നിമിത്തം ഞാൻ കൊല്ലത്തായിരുന്നു. അവിടെ പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, പെട്ടെന്ന് വരണം. വേഗത്തിൽ അവിടെ ഒരാളെ അറേഞ്ച് ചെയ്ത് വേഗത്തിൽ പാഞ്ഞു വരുവാണ്. ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ. അതെ, എന്നാൽ ഞാൻ പറയട്ടെ, പെട്ടെന്ന് എൻ്റെ അകത്തൊരു ഭയങ്കര ധൈര്യം വന്നു. എൻ്റെ മൈൻഡ് പെട്ടെന്നങ്ങ് ഫ്രീ ആയി.
ആ ഡെലിവറിയൊക്കെ കഴിഞ്ഞു. ദൈവം അത്ഭുതകരമായി കുഞ്ഞിനെ, നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തിരികെ തന്നു. ആമേൻ. വളരെ സുന്ദരിയായിരിക്കുന്നു അവൾ, വളരെ ബ്യൂട്ടിഫുള്ളായിരിക്കുന്നു അവൾ. ഇന്ന് വരെ ഞാൻ പറയട്ടെ, ഒരു രോഗമെന്ന് പറഞ്ഞ് ഇന്ന് വരെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഈ 4 മാസവും ആരോഗ്യത്തോടു കൂടെ ഇരിക്കുന്നു. ഒരു തലവേദന വന്നെന്ന് പറഞ്ഞു പോലും കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ. ദൈവ പൈതലെ, പ്രതിസന്ധികളുടെ നടുവിൽ ജീവിതത്തിൻ്റെ ചില പരിപരിക്കാൻ അവസ്ഥയിൽ നിങ്ങൾ പതറിപ്പോകരുത്. നിങ്ങളുടെ വിശ്വാസം കാരിരുമ്പ് പോലെ ഉറപ്പുള്ളതാകണം. അവിടെയാണ് ദൈവപ്രവൃത്തി സംഭവിക്കുന്നത്. നിങ്ങൾക്കറിയാവോ, എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞത് ഇങ്ങനെയാണ്: എടാ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? നീ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നു, ചിരിക്കുന്നു, ഇതെങ്ങനെ കഴിയുന്നു? എങ്ങനെ കഴിഞ്ഞു? ഞാൻ പറഞ്ഞു, ദൈവം കൂടെയുള്ളവൻ എന്നും ഒരു അസാധാരണ വ്യക്തിയാണ്. ദൈവം കൂടെയുള്ളവൻ ഒരു അസാധാരണ മനുഷ്യനായി തന്നെ ജീവിക്കണം. നിങ്ങൾക്കറിയാമോ, ഒരു വിടുതൽ നടക്കുന്നതിന് തൊട്ടു മുൻപ്, അതൊരു വാഗ്ദത്തമായിരിക്കാം, അതൊരു ദൈവപ്രവൃത്തിയായിരിക്കാം, ഒരു വലിയ വിടുതൽ നിങ്ങൾ കാണുന്നതിന് മുൻപ് ഒരു എക്സാം പോലെ ചില ഞെരുക്കങ്ങൾ ഉണ്ടായെന്ന് വരാം. ഒരത്ഭുതം കാണുന്നതിന് മുൻപ് ചിലപ്പോൾ ഒരു ഞെരുക്കമുണ്ടായെന്ന് വരാം, ചിലപ്പോൾ ഒരു ഞെരുക്കമുണ്ടായെന്ന് വരാം, ചിലപ്പോൾ ഒരു തടസ്സമുണ്ടായെന്ന് വരാം. പക്ഷേ ഈ കാത്തിരിക്കുന്ന സമയമുണ്ട് ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി. ഇപ്പം നിങ്ങളിൽ പലരും കാത്തിരിക്കുന്നത് പോലെ ആ പ്രവൃത്തിക്ക് വേണ്ടി, ആ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ അകത്തൊരു അത്ഭുതം കാണേണ്ടതിന് കാത്തിരിക്കുന്നത് പോലെ ചില സമയങ്ങളിലൊക്കെ നമ്മൾ കാത്തിരിക്കുന്നൊരു സമയമുണ്ട്. ഈ കാത്തിരിക്കുന്ന സമയമാണ് ജീവിതത്തിൻ്റെ തീച്ചൂള എന്ന് പറയുന്നത്. ഈ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് നിന്റെ കാതിൽ വന്ന് മനുഷ്യൻ ചോദിക്കുന്നത്, നീ വിളിച്ച ദൈവം നിനക്ക് എന്തോ തന്നു? നിങ്ങൾ ഈ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് മനുഷ്യൻ ചോദിക്കുന്നത്, നിനക്കൊരു മറുപടിയും കിട്ടിയില്ലല്ലോടാ, നീ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് പോടാ, നീ വേദപുസ്തകം എടുത്തിട്ട് എന്തായി? വേല 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 എന്ന് പറഞ്ഞ് എല്ലാം വിട്ടിറങ്ങിയിട്ട് ഇപ്പൊ എന്തായി? അത്ഭുതം നടക്കുന്നതിന് തൊട്ടു മുൻപ്, അത്ഭുതം നടക്കുന്നതിന് തൊട്ടു മുൻപ്, ഒരു വിടുതൽ കാണുന്നതിന് തൊട്ടു മുൻപ് ഈ നെഗറ്റീവുകൾ മനുഷ്യൻ കാതിൽ വന്ന് പറയും. പിശാച് പറയും, എടാ തീർന്നു, നിന്റെ വിശ്വാസം വിട്ടെറിഞ്ഞ് പോ. ഭാര്യയും ഇയ്യോബിന്റെ അടുത്ത് പറയ, 10 മടങ്ങ് അനുഗ്രഹിക്കപ്പെടുന്നതിന് മുൻപ് പറയ, നീ വിളിച്ച ദൈവം നിനക്ക് എന്തോ തന്നു? പോയി ചാകടോ. Yes, in the name of Jesus. അത്ഭുതം നടക്കുന്നതിന് തൊട്ട് മുൻപ് അവൻ ആരും കൈത്താങ്ങാൻ ഉണ്ടായിരിക്കണമെന്നില്ല. അത്ഭുതം നടക്കുന്നതിന് തൊട്ട് മുൻപ് ആരും ഒരു നല്ല വാക്ക് പറയാൻ കാണുകയില്ല. ആ വിടുതൽ കാണുന്നതിന് മുൻപ് നിന്നെ പാനപാത്രവാഹകൻ പോലും മറന്നു പോകും. യോസേഫിന് വലിയ ദർശനം ഉണ്ടായിരുന്നു, വലിയ വാഗ്ദത്തം ഉണ്ടായിരുന്നു, വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ദൈവം അവനെ ആ കൊട്ടാരത്തിൽ ആ പദവിയിലേക്ക് എത്തുന്നതിന് മുൻപ് സഹായിക്കാമെന്ന് പറഞ്ഞവന് മറന്നു കളഞ്ഞു. ഞാനൊന്ന് രക്ഷപ്പെട്ടോട്ടെ, ഞാൻ നിന്നെ ഓർക്കാമെന്ന് പറയുന്നവർ മറക്കുമ്പോൾ ഓർക്കണം, ദൈവത്തിൻ്റെ പ്രവർത്തിക്കുള്ള സമയമായി. നിങ്ങൾ ചിന്തിക്കുന്ന വിഷയത്തിൻ്റെ അകത്ത് ആ വിടുതൽ വെളിപ്പെട്ട് വരുമ്പോൾ, നിങ്ങൾ വിശ്വാസത്തോടെ ഇരിക്കുമ്പോൾ, ആ വിടുതലിനുള്ള സമയമാകുമ്പോൾ, പിശാച് മനുഷ്യനും ഒരുപോലെ നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ, മുൻപിൽ തടസ്സങ്ങൾ വന്ന് വീഴുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ഉറപ്പിച്ചോണം, ഞാൻ ഒരു ദൈവ മഹത്വം കാണാൻ സമയമായി. ലാസറിന്റെ പ്രാണൻ പോകുമ്പോൾ, അവനെ കല്ലറക്കി കൊണ്ട് അകത്ത് വെക്കുമ്പോൾ, ശരീരം പുഴുവരിക്കുമ്പോൾ, ആ ശരീരം നാറുമ്പോൾ, കല്ലുരുട്ടി വെച്ചിട്ട് മനുഷ്യൻ പറയുന്നു, ലാസറുടെ ചാപ്റ്റർ തീർന്നെന്ന് പറയുമ്പോൾ നിന്റെ അകത്തുള്ള പ്രത്യാശ വർദ്ധിക്കണം. വിളിച്ചു പറയണം, 4 ദിവസമായി സാധ്യതയില്ല, പക്ഷേ എനിക്കൊന്നറിയാം, ഞാനൊരു മഹത്വത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പരുന്തിനൊരു പ്രത്യേകതയുണ്ട്. പരുന്തിൻ്റെ ആയുസ് 70 വയസ്സാണ്. 70 വയസ്സ് വരെ പരുന്ത് ജീവിക്കും.
പക്ഷേ ഈ 70 വയസ്സ് വരെ പരുന്തിന് ജീവിക്കണമെങ്കിൽ അതിൻ്റെ ജീവിതയാത്രയിൽ ഒരു പരിപരിക്കൻ അവസ്ഥ കടന്നു വരും. അവിടെ ഒരു ഉറച്ച തീരുമാനം പരുന്തെടുക്കണം. പരുന്തിന് 40 വയസ്സാകപ്പെടുമ്പോൾ അതിൻ്റെ ശരീരം ഭയങ്കര, പരുന്തെന്ന് പറഞ്ഞാൽ പക്ഷികളുടെ രാജാവാണ്. അതൊരു കിങ് ആണ്, ഒരു രാജാവാണ്. അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന സൂക്ഷ്മതയുള്ള ഭയങ്കര കരുത്തനായൊരു പക്ഷിയാണ് പരുന്ത്. എന്നാൽ ഈ പരുന്തിൻ്റെ ജീവിതയാത്രയിൽ ഇതുപോലെ ഒരു അവസ്ഥ കടന്നു വരും. ഇതുപോലൊരവസ്ഥ കടന്നു വരും. പരുന്തിൻ്റെ 40ാമത്തെ വയസ്സാകുമ്പോൾ ഇതിൻ്റെ കൂർത്ത ചുണ്ട് നീണ്ടു വളഞ്ഞിട്ട് അതിൻ്റെ ശരീരത്തിലേക്ക് തന്നെ ആഴ്ന്നിറങ്ങാൻ തുടങ്ങും. പിന്നെ അതിൻ്റെ ഇരയെ അതിന് വേഗത്തിൽ ആക്രമിച്ച് പിടിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കൂർത്തുമൂർത്ത നഖങ്ങൾ അത് വളഞ്ഞു വലുതായി പിന്നെ ഇര പിടിക്കാൻ കഴിയാത്തതുപോലെ അതിൻ്റെ നഖങ്ങൾ വളഞ്ഞു പോകും. ശരീരത്തിൻ്റെ വേഗത്തിൽ അനന്തമായ വികായത്തിൽ ഉന്നതിയിൽ പറക്കുന്ന ആ പരുന്തിൻ്റെ തൂവലുകളൊക്കെ തിങ്ങി നിറഞ്ഞ് വളർന്നിട്ട് അതിൻ്റെ ചിറകുകൾക്ക് ഭാരം കൂടി ശരീരത്തോട് ഒട്ടിപ്പിടിക്കും. പിന്നെ അതിന് പറക്കാനൊക്കത്തില്ല. പഴയ വേഗത നഷ്ടപ്പെട്ടൊരു സമയം, പഴയ മൂർച്ച നഷ്ടപ്പെട്ടൊരു സമയം, 40ാമത്തെ വയസ്സിൽ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു പോയൊരു സമയം. ദൈവ പൈതലേ, ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളോട് പറയുന്നു, ഈ യാത്രയിൽ പകുതി വഴിയിൽ നിന്റെ മൂർച്ച നഷ്ടപ്പെട്ടെങ്കിൽ, പകുതി വഴിയിൽ നിന്റെ സ്വപ്നങ്ങൾ കരിയില കൊഴിഞ്ഞ് വീഴുന്നത് പോലെ വീഴുന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ, പകുതി വഴിയിൽ എവിടെയൊക്കെയോ വാതിലുകൾ അടയപ്പെട്ടെങ്കിൽ, ഇന്ന് പകലൊരു മഹത്വത്തിന് വേണ്ടി കാത്തിരിക്കുക. ദൈവം അത് തരാൻ വിശ്വസ്തനാണ്. 40ാമത്തെ വയസ്സ് പരുന്തിന് പറക്കാൻ കഴിയാതെ, ഇര പിടിക്കാൻ കഴിയാതെ ജീവിതം വലിയ തീച്ചൂളയിൽ കൂടെ കടന്നു പോകും. ഈ തീച്ചൂളയുടെ സമയത്ത് ഇതൊരു തീരുമാനമെടുക്കും. തീരുമാനം അസാധാരണമാണ്. പ്രശ്നങ്ങളുടെ നടുവിൽ ഞാൻ പറയുന്നു, ദൈവ പൈതലേ, നമുക്കൊരു ഉറച്ച തീരുമാനം. എന്തു വന്നാലും, എന്തൊക്കെ സംഭവിച്ചാലും, ഞാൻ പിടിച്ചിരിക്കുന്ന അവസാനത്തെ പിടിവള്ളിയും എന്നെ വിട്ട് അകന്നു പോയാലും, എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ പലരും എന്നെ കാണുമ്പോൾ വഴിമാറി എന്നെ കാണുമ്പോൾ വഴിമാറി എന്നെ തള്ളിമാറ്റി നീയും നിന്റെ നിഴലും മാത്രമായി തനിച്ചാകപ്പെടുന്ന നേരത്തും അല്പം പോലും വിശ്വാസത്തെ വിട്ട് കളയരുത്. അതൊരു ദൈവപ്രവൃത്തിയുടെ സമയമാണ്. 40ാമത്തെ വയസ്സ് അസാധാരണമായൊരു തീരുമാനമെടുക്കുകയാണ്. ഈ പരുന്ത് അതിനാവുന്ന കരുത്തോടെ പറന്ന് പാറയുടെ ഇടുക്കിലേക്ക് പോകും. പാറയുടെ ഇടുക്കിൽ പോയിട്ട് അതിൻ്റെ ചുണ്ടുകൾ കൊണ്ട് തൻ്റെ തിങ്ങി നിറഞ്ഞ തൂവലുകളെ എല്ലാം വലിച്ചു പറിച്ച് കളയും. എല്ലാം കൊത്തിപ്പറിച്ച് കളഞ്ഞിട്ട് ആ തൂവലുകൾ മുളയ്ക്കുന്നവരെ ഇത് ക്ഷമയോടെ കാത്തിരിക്കുക. തൂവൽ വളർന്നതിന് ശേഷം അതിൻ്റെ ചുണ്ട് കൊണ്ട് കൂർത്തുമൂർത്ത നഖങ്ങളെ അത് സ്വയമേ പിഴുതു മാറ്റും. വേദനയാണത്. ആ പ്രോസസ്സിങ് തീയാണ്. ആ നഖങ്ങളെ പിഴുതെറിഞ്ഞ ശേഷം അതിൻ്റെ ആ നഖം വളർന്നു കഴിയുമ്പോൾ അതിൻ്റെ കൂർത്തുമൂർത്ത ചുണ്ടിനെ അത് പാറയിലിട്ട് ഉരച്ചുരച്ച് ആ ചുണ്ടിനെയും ഇളക്കിക്കളയും. അതും വേദനയാണ്. ഇപ്പോൾ നോക്ക്, ഇന്നലെ മാനത്തിൽ പറന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, അവന് ദൈവം അങ്ങ് അനുഗ്രഹിച്ചു, അവനെ കണ്ടോ, അവൻ്റെ തലമുറ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു, അവൻ ഉയർന്നല്ലോ. പക്ഷേ അതേ നാവ് കൊണ്ട്, അനുഗ്രഹിക്കപ്പെട്ടെന്ന നാവ് കൊണ്ട് തന്നെ ആ മനുഷ്യൻ പറയും, നോക്ക്, ഇന്നലെ അവൻ എങ്ങനായിരുന്നു, ഇപ്പോൾ കണ്ടോ ചാരത്തിൻ്റെ അകത്തായി. അവനൊരു സമ്പന്നനായിരുന്നു, വലിയ മുതലാളിയായിരുന്നു, വലിയ ധനാഢ്യനായിരുന്നു. പക്ഷെ ഇപ്പം നോക്ക്, ചാരത്തിൻ്റെ അകത്തൊരു ഓട്ട് കഷ്ണം മാത്രമുണ്ട്. സമ്പത്ത് എല്ലാം തീർന്നു. ജീവിതത്തിൻ്റെ പരിപരിക്കൻ അവസ്ഥകൾ, ജീവിതത്തിൻ്റെ ഇല്ലായ്മകളുടെ അവസ്ഥകൾ, ഉന്നതിയിൽ നിന്ന് വെട്ടിയിട്ടതുപോലെ വന്ന് വീഴപ്പെട്ട അവസ്ഥകൾ. പക്ഷെ ഞാൻ പറയുന്നു, വെട്ടാനൊരു സമയമുണ്ടെങ്കിൽ മുളയ്ക്കാനൊരു സമയമുണ്ട്. ആ മുളപ്പ് അത് ഇന്നലെ നീ തഴച്ചതുപോലെയല്ല, പല ശാഖകളായി. In the name of Jesus. പിന്നെ ദൈവം നിന്നെ മുളപ്പിക്കുന്നത് ഇന്നലത്തെ പോലെ 1-2 ശാഖകളല്ല, നീ തഴയ്ക്കും.
നിന്നെ പിന്നെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ നാട്ടുകാർ പറയും, യവന്റെ തലമുറയോ യവന്റെ കുടുംബമോ യവന്റെ ശുശ്രൂഷയോ ഇത് എങ്ങനെ സംഭവിച്ചു? ഒരു ദൈവ മഹത്വം വെളിപ്പെടുന്ന സമയമുണ്ട്. ഒരു ദൈവ പ്രവൃത്തി ചലിക്കുന്ന സമയമുണ്ട്. ദൈവത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങിയാൽ പിടിച്ചു നിൽക്കാൻ തടുക്കാൻ ഒരു പിശാചിനും കഴിയുകയില്ല. ഈ പരുന്തിനെ ഇപ്പൊ നോക്കി പറയ, വേദനയാണ്. എന്തായിരുന്നു ഇവന്റെ അഹങ്കാരം? എത്ര ഉയരത്തിലാ പറന്നത്, എത്ര ഉയരത്തിലാ പറന്നത്. ഇപ്പൊ നോക്ക്, യാമൻ ഇയ്യോബ് ഓട്ട് കഷ്ണവും മാത്രമായി ഇരിക്കുന്നത് പോലെ തകർന്നു പോയവളായി, തകർന്നു പോയവനായി, തകർന്നു പോയി. എല്ലാവരും പറയും പരുന്ത് തീർന്നു, നഖം പോയി, തൂവല് പോയി, തീർന്നു. മരണമാണ് മുൻപിൽ. സാധ്യതകൾ പോയി, പ്രതീക്ഷകൾ പോയി, എല്ലാം പോയി. ഞാൻ വീണ്ടും പറയുന്നു, എല്ലാം പോകുമ്പോൾ കരയല്ലേ, സന്തോഷിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, എല്ലാം നഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറയുന്നു ആരും ഇല്ലാത്തവന് ദൈവമുണ്ട്. ആരും നിനക്കില്ലെങ്കിൽ, ആരും ഒരു ആശ്വാസം പറയാൻ നിന്റെ അരികിലില്ലെങ്കിൽ, ആരും നിന്നെ ചേർത്ത് പിടിക്കാനില്ലെങ്കിൽ, തീച്ചുളയിൽ നീ മാത്രം കിടന്ന് പഴുക്കുമ്പോ, ഓടിന്റെ കഷ്ണവും കൊണ്ട് നീ ചാരത്തിന്റെ അകത്ത് നീ മാത്രം ഇരിക്കുമ്പോ, എല്ലാം നഷ്ടപ്പെട്ട്, മക്കൾ പോലും നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ട്, എല്ലാം തകർന്ന് തരിപ്പണമായി ചാരത്തിന്റെ അകത്ത് നീ മാത്രം ഇരിക്കുമ്പോ പ്രതീക്ഷ കൈവിടരുത്. പറയണം, ഞാൻ പുറത്തു വരും, ഞാൻ പുറത്ത് വരും. എൻ്റെ അവസ്ഥ മാറും, എൻ്റെ അവസ്ഥ മാറും, എൻ്റെ സാഹചര്യം മാറും. ഞാനൊരു മഹത്വം കാണും. പരുന്തിനെ നോക്ക്, എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം കൊഴിഞ്ഞ് തകർന്ന് തളർന്ന് പാറയുടെ ഇരിക്കിൽ ഒരു കാത്തിരിപ്പ്. 150 ദിവസങ്ങൾ, നീണ്ട 150 ദിവസങ്ങൾ ഇത് കാത്തിരിക്കും. ഈ കാത്തിരിക്കുമ്പോൾ പുറത്ത് കിടക്കുന്നവരെല്ലാവരും പറയും ഇയ്യോബ് തീർന്നു. ഈ ചാരത്തിൻ്റെ അകത്തിരിക്കുമ്പോൾ എല്ലാവരും പറയും അവൻ്റെ ശുശ്രൂഷ തീർന്നു. ഒരു ഓടിൻ്റെ കഷ്ണം മാത്രം എടുത്ത് ശരീരത്തിൻ്റെ വേദന അകറ്റി ചുരുണ്ടി ചുരണ്ടി ചുരണ്ടി ഇരിക്കുമ്പോൾ ശരീരത്തിലെ വ്രണങ്ങൾ പഴുത്തു പൊട്ടി പുഴു അതിൽ നിന്ന് പുറത്തേക്ക് ചാടുമ്പോൾ, ഇവിടെ നിന്ന് പുഴു തുളച്ച് ഇപ്പുറത്തുകൂടെ ചാടി വരുമ്പോൾ, സ്നേഹിതന്മാരൊക്കെ വന്നിരുന്ന് കുറ്റം പറയുമ്പോൾ, ആശ്വസിപ്പിക്കേണ്ടവർ പോലും നിന്റെ അരികിലില്ലാതെ നീ മാത്രമാകുമ്പോ, നീ തളർന്നെന്ന് തോന്നുമ്പോ, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു? നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകന്നവൻ, പിന്നെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു? എൻ്റെ ശാഖകൾ എന്തുകൊണ്ട് വെട്ടപ്പെട്ടു? എൻ്റെ കുടുംബ ജീവിതം പകുതി വഴിയിൽ എന്തുകൊണ്ട് വെട്ടപ്പെട്ടു? എൻ്റെ സാധ്യതകൾ എന്തുകൊണ്ട് കരിഞ്ഞുപോയി? എൻ്റെ ജീവിതം മാത്രം എന്തുകൊണ്ട് തീച്ചൂളയിലേക്ക്? പ്രാർത്ഥിക്കാതെ നടക്കുന്ന അവനും അവളും സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ, പ്രാർത്ഥിക്കുന്ന നീ തീച്ചൂളയിൽ കൂടെ. പ്രാർത്ഥിക്കാത്തവൻ, ദൈവമില്ലാത്തവൻ, ഈ ലോകത്തിൽ ജീവിക്കുന്നവൻ, അവൻ നന്നായി നല്ല വീട്ടിൽ പാർക്കുമ്പോൾ നീ മാത്രം വാടക വീട്ടിൻ്റെ അകത്ത്. ദൈവമില്ലാത്തവൻ നല്ല ബെൻസ് കാറിൽ പോകുമ്പോൾ നീ മാത്രം സൈക്കിൾ ചവിട്ടി പോകുന്നു. ദൈവമില്ലാത്തവൻ അവൻ ഈ ലോകത്തിൽ നന്നായി ജീവിക്കുന്നത് നിനക്ക് തോന്നുമ്പോൾ അത് നീ മാത്രം തകർന്ന് ചാരത്തിൻ്റെ അകത്ത്. നേരുള്ളവനല്ലേ, നിഷ്കളങ്കനല്ലേ, ദോഷം വിട്ടകന്നവനല്ലേ, പിന്നെ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? തിരിച്ചറിയുക. ആർക്കുമില്ലാത്തൊരു കൊയ്ത്തിന് വേണ്ടി ഇന്ന് വരെ നീ കാണാത്തത്, ഇന്ന് വരെ നീ ചിന്തിക്കാത്ത നിലവാരത്തിൽ
ഓ രാമ ശാന്തലറബായ. ആമൻ. അഭിഷേകത്തിന്റെ ഇരട്ടി, സാമ്പത്തികത്തിന്റെ ഇരട്ടി, നന്മയുടെ ഇരട്ടി. ഓ ഇനി നിന്നെ പിടിച്ചു വെക്കാൻ കഴിയാത്ത ആമൻ. നാട്ടുകാർ പറയാ, യവന്റെ നന്മ ദേശത്ത് ഒതുങ്ങുന്നില്ല, യവന്റെ നന്മ ദേശത്ത് ഒതുങ്ങുന്നില്ല. യവന്റെ ശുശ്രൂഷ കാരണം അടുത്തുള്ള പള്ളിയിലെങ്ങും ആളില്ല. കാരണം അവൻ നിന്റെ അകത്തുള്ള സീഡ്, ആ വിത്ത് പലതായി മുളച്ചു. ആ കൃപാവരങ്ങൾ ജ്വലിക്കാൻ തുടങ്ങി. ദൈവം ഇത് എവിടെ നിന്നും അറിയത്തില്ല, സാമ്പത്തികന്റെ വാതിൽ തുറന്നു കൊടുത്തു. ഇരട്ടിയായി, ഇരട്ടിയായി, ഇരട്ടിയായി. എന്തുകൊണ്ടാ ഇന്ന് ലാസറിനെ പ്രസംഗിക്കുന്നതെന്നറിയാമോ? എന്തുകൊണ്ട് ലാസറിനെ കുറിച്ച് ആമൻ ദൈവദാസന്മാർ പ്രസംഗിക്കുന്നു? അവൻ 4 ദിവസം നാറിയത് കൊണ്ട്, സാധ്യതകളെല്ലാം അസ്തമിച്ചത് കൊണ്ട് മാത്രമാണ്. മരിച്ചു എന്ന ഒറ്റ കാരണം, അവൻ ഒതുങ്ങിപ്പോയെന്ന ഒറ്റ കാരണം, ഇനി പുറത്തു വരത്തില്ലെന്നുള്ള ഒറ്റ കാരണം, ഇനി അവൻ പുറത്തു വരത്തില്ലെന്ന ഒറ്റ കാരണമാണ് അവനെ ഇന്നും പ്രസംഗിക്കുന്നതിന്റെ കാരണം. ഒരു ദൈവ മഹത്വം വെളിപ്പെട്ടാൽ, ഒരു ദൈവ ശക്തി നിന്റെ ജീവിതത്തിൽ ചലിച്ചാൽ, നിന്റെ മഹത്വം ഇരട്ടിക്കും, നിന്റെ സമ്പത്ത് വർദ്ധിക്കും. എല്ലാ കാളകളെയും തൊഴുത്തിലഴിച്ച് കെട്ടിയിരിക്കുന്ന ഒരു സമയം. മണ്ണിലൊരൽപ്പം പോലും ജലാംശമില്ല. മണ്ണൊക്കെ വരണ്ട് കീറിക്കിടക്കുന്നു. മണ്ണെല്ലാം വരണ്ട് കീറിക്കിടക്കുന്നു. സാധ്യതയില്ല, മഴയില്ല, മഞ്ഞില്ല, കൊടും വേനൽ, ക്ഷാമകാലം കൊണ്ട് നിറഞ്ഞൊരു സമയം. എല്ലാവരും പറയുന്നു, എല്ലാ കർഷകരും പറയുന്നു, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി എങ്ങനെ ആഹാരം കഴിക്കും? ഇനി എങ്ങനെ എന്ന് ആയിരക്കണക്കിന് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ കാളയെല്ലാം തൊഴുത്തിനകത്ത് കെട്ടിയിരിക്കുന്നു. ഒരു പച്ചപ്പ് കാണാനില്ല. നിലമെല്ലാം വരണ്ട് കീറി കിടക്കപ്പെടുമ്പോൾ ഒരുത്തനിത വിശ്വാസത്തോടെ ഇറങ്ങി വന്നിട്ട് തൊഴുത്തിൽ നിന്ന് അവൻ്റെ കാളയെ മാത്രം അഴിച്ച് അവൻ്റെ പാടത്തിലേക്ക് കൊണ്ടിറക്കിയിട്ട് കലപ്പ വെച്ച് ആ നനവില്ലാത്ത മണ്ണിനെ വലിച്ചു കീറി. വിശ്വാസത്തിന്റെ പ്രവർത്തികൾ, സാധ്യതയില്ലാത്ത സമയത്ത് വിശ്വാസത്തിന്റെ പ്രവർത്തികൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം പറഞ്ഞെങ്കിൽ, ദൈവം കൂടെയുണ്ടെങ്കിൽ മറ്റൊന്ന് നിങ്ങൾ നോക്കരുത്. ഏത് മരുഭൂമിയിൽ കുഴിവെട്ടിയാലും, ഏത് മരുഭൂമിയിൽ കുഴിവെട്ടിയാലും അതിനകത്ത് വെള്ളം നിറയും. എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒന്നെനിക്കറിയാം, പറഞ്ഞവൻ സർവശക്തനാണ്. ഇന്നത്തെ ജീവിത നാം ഞെരുങ്ങിയായിരിക്കാം മുൻപിലേക്ക് പോകുന്നത്. ഒലിവ് ചതയ്ക്കുന്നത് പോലെ നിന്റെ ജീവിതം ഇടിച്ചു നുറുക്കി ഓരോ ദിവസവും തള്ളി നീക്കുന്നെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നീ പുറത്തു വരാൻ സമയമായി. നിന്റെ മഹത്വം വെളിപ്പെടാൻ സമയമായി. സാധ്യത ഒന്നുമില്ലാത്ത സമയത്ത് ഒരുത്തം മാത്രം ഇവിടെ കാമൻ കാലപ്പ വെച്ച് കാളയെ കൊണ്ട് നിലം ഉഴുതു മറിക്കുന്നു. നല്ല വെള്ളവും മഴയൊക്കെ ഉള്ളപ്പോഴൊക്കെ വിത്ത് വാരി എറിയുമ്പോഴും നല്ലൊരു കൊയ്ത്ത് കിട്ടാൻ പ്രയാസമാണ്. പക്ഷേ ഒരു സാധ്യതയും ഇല്ലാതിരിക്കുമ്പോൾ യവൻ കലപ്പ കൊണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ജീവിതത്തിൽ സാധ്യത അസ്തമിച്ച് പോയവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവദാസൻ ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇനി അത് സംഭവിക്കുമോ എന്നറിയത്തില്ല, ഇനി എപ്പോഴാണെന്നൊന്നും അറിയത്തില്ല, സമയം കഴിഞ്ഞു പോയെന്നാ തോന്നുന്നേ, ഇനി ഞാനും എൻ്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടുമോ എന്നറിയത്തില്ല, ഇത് തലവരെയാണെന്ന നാട്ടുകാർ പറയുന്നേ, മറ്റാരോ പറയുന്നു ഇതൊക്കെ ജാതക ദോഷമാണ്.
പക്ഷെ ഇന്ന് പകൽ ഞാൻ പറയും, ദൈവ പൈതലേ, നീ ദൈവത്തിൻ്റെ കൂടെയാണ് കരം പിടിച്ച് നടക്കുന്നെങ്കിൽ നിന്റെ അവസാനത്തെ തീരുമാനം മനുഷ്യനും പിശാചും പറയുന്നതല്ല. എൻ്റെ ദൈവം നിന്നെ കുറിച്ച് എന്ത് പറയുന്നുവോ അത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. ഇനി ആരെന്തോ പറഞ്ഞാല് ഈ മനുഷ്യൻ കലപ്പ കൊണ്ട് ഉഴുതു മറിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, വെള്ളമില്ലാത്ത പാടത്തിൽ, അതെ അല്പം പോലും വെള്ളമില്ലാത്ത പാടത്തിൽ ഒരുത്തൻ മാത്രം എല്ലാ കാളകളെയും കെട്ടി തൊഴുത്തിൽ കെട്ടിയിരിക്കുമ്പോൾ, ആമൻ പാടമെല്ലാം വരണ്ട് കിടക്കുമ്പോൾ ഇവന്താ ആമൻ കാളയെ വെച്ച് ഉഴുകയാണ്. കാണുന്നവർക്ക് എന്തോ പറയും? ഭ്രാന്തൻ. ഭ്രാന്തൻ. ഞാൻ പറയുന്നത് ശരിയാ, ഭ്രാന്തനാ. ഒരുത്തൻ്റെ അകത്ത് ദൈവത്തോടുള്ള വിശ്വാസം കയറി അവന് ഭ്രാന്താണ്. കാര്യം ഡോക്ടർ പറയുക, ഈ ക്യാൻസർ പേഷ്യൻ്റ് മരിക്ക്, ഇവന് കീമോ ചെയ്യണം. പക്ഷെ ദൈവദാസൻ പറയുന്നു, അവന് കീമോ വേണ്ട, ചർച്ചിലേക്ക് കൊണ്ടുപോവാ. ഭ്രാന്തനാണ്. യെസ്, വിശ്വാസത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ഒരുത്തൻ കയറിപ്പോയാൽ അവന് ഭ്രാന്താണ്. വിശ്വാസത്തിന്റെ ഭ്രാന്ത് കാണുന്നവർ പറയുക, ഇത് എങ്ങനെ? കാണുന്നവർ പറയും, യവനെ ചികിത്സിച്ചില്ലെങ്കിൽ അവൻ മരിക്കും. പക്ഷെ പാസ്റ്റർ പറയുന്നു, യവന് ചികിത്സ വേണ്ട, യവന് മരുന്ന് വേണ്ട. ഡോക്ടർ പറയും, അവർ വിശ്വാസത്തിന്റെ ഭ്രാന്താണ്. യെസ് 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 യെസ്. സാധ്യത ഒന്നുമില്ലാതിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇതാ പഠനത്തിന് വലിയ സ്കൂൾ അഡ്മിഷൻ എടുക്കുന്നു. അന്നന്ന് ജീവിക്കുന്നവനെ നോക്കി മനുഷ്യൻ പറയും, ഇവന് ഭ്രാന്താണ്. വിശ്വാസത്തിന്റെ ഭ്രാന്ത്. അതുകൊണ്ട് ദൈവദാസൻ നേരത്തെ പറഞ്ഞത്, ചെറിയ സഭ വലിയ ഗ്രൗണ്ട്. ചെറിയ സഭ വലിയ ഗ്രൗണ്ട്. ചെറിയ സഭ വലിയ ഗ്രൗണ്ട്. ഇത് എങ്ങനെ? കാണുന്നവർ പറയും, 4, 3, 7 പേരെ വെച്ച് തമ്പർ അടിക്കുന്ന നീ ക്രൂസൈഡ് നടത്തുമെന്നോ? എന്നാൽ പാസ്റ്റർ പറയുക, എനിക്ക് വിശ്വാസത്തിന്റെ ഭ്രാന്തുണ്ടടാ. കാര്യം ഞാൻ സാധാരണ കാര്യം പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് മുഴുവന് എക്സ്ട്രാ ഓർഡിനറി. എൻ്റെ ദൈവം എന്തും ചെയ്യും. ഇദ്ദേഹം പറഞ്ഞ ഗ്രൗണ്ടിനെ കുറിച്ച് എനിക്കറിയാം. ഞാൻ ആ ഗ്രൗണ്ട് കണ്ടിട്ടുണ്ട്. കടൽ പോലെ കിടക്കുവാണ്, വലിയ ഗ്രൗണ്ട്, ഭയങ്കരപ്പെട്ട ഗ്രൗണ്ട്. എൻ്റെ ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റും. എൻ്റെ ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റും. 5 അപ്പമേ ഉള്ളൂ, 2 മീനേ ഉള്ളൂ, അത് മതി. 5000 പേർക്ക് തിന്നിട്ട് ബാക്കി കുട്ടയിലെടുക്കാൻ ദൈവം പകരം നൽകും. കിണറ്റിൽ കിടക്കുന്ന പച്ചവെള്ളത്തെ പോലും ദൈവം അതിൻ്റെ സ്വഭാവത്തെ മാറ്റിക്കളയും. ആമേൻ. ദൈവം എന്തും ചെയ്യും. ദൈവ വിളി കേട്ട് ഇറങ്ങിയവൻ വഴിയിൽ വെച്ച് പട്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവ ശബ്ദം കേട്ടിട്ട് ഒരു മനുഷ്യൻ എന്തേലും തുടങ്ങി വെച്ചാൽ അതിൻ്റെ പൂർത്തീകരണം വലിയ വിജയമായിരിക്കും. ദൈവ വിളി കേട്ട് ഒരു മനുഷ്യൻ കാലുകൾ എടുത്തു വെച്ചാൽ അവൻ്റെ യാത്രയിൽ അവൻ പരാജയം കാണത്തില്ല. പിന്നെ അവനല്ല നടക്കുന്നത്, ദൈവമാണ് നടത്തുന്നത്. ഹല്ലേലൂയ. വേദ പുസ്തകം പറയുന്നു, അലകടലിന്റെ മീതിൽ കൂടെ യേശു കർത്താവ് നടന്നു വരുമ്പോൾ പത്രോസ് പറയുന്നു, അങ്ങാകുന്നുവെങ്കിൽ എനിക്കും നടക്കണം. യേശു പറഞ്ഞു, വരിക എന്ന വാക്കിന്റെ മുൻപിൽ ആഴമാരായാതെ, അലകടലിൽ തെല്ലും ഭയപ്പെടാതെ അലറി അടിക്കുന്ന തിരമാലയുടെ മേൽ അവൻ എടുത്തങ്ങ് ചാടിവൻ മുങ്ങി ചത്തെന്നല്ല, അവൻ നടന്നു. മറ്റു ശിഷ്യന്മാരാരും നടക്കാതെ നോക്കി നിൽക്കുമ്പോൾ ചരിത്രത്തിൽ അവൻ നടന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, നമ്മുടെ ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയും. എത്ര പഴക്കമുള്ള രോഗത്തെയും എൻ്റെ ദൈവത്തിന് എടുത്തു മാറ്റാൻ കഴിയും. എത്ര ശാപത്തെയും ദൈവത്തിന് പൊട്ടിക്കാൻ കഴിയും. ഇന്ന് പകലിലും ദാരിദ്ര്യമെന്ന് പറയുന്ന നിന്റെ കലത്തിൻ്റെ അകത്ത് ഒരു നിറവിന് ദൈവം തരാൻ കഴിയും. ക്രിസ്തീയ ജീവിതം അനുഭവമാണ്. വിശ്വാസത്തോടു കൂടെ ഇന്ന് സാധ്യതകളൊന്നും കാണത്തില്ല. പക്ഷെ നമ്മൾ അങ്ങനെ അങ്ങ് പാടാൻ പോകുക, അസാധ്യമൊന്നും നിന്നിലില്ല.
എൻ്റെ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ലെന്ന് ഉറപ്പോടുകൂടെ നമ്മൾ പ്രസ്താവിക്കാൻ തുടങ്ങിയാൽ പിശാചിന് പോലും ഭയമാകുക. കാര്യം ദാരിദ്ര്യത്തിൽ കിടക്കുന്നവൻ പറയുന്നു ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന്. ഒന്നുമില്ലാത്ത കലത്തിലേക്ക് അവൻ കൈയിട്ടിട്ട് പറയുന്നു ഞാൻ കൈയിടുമ്പോൾ ഇതിനകത്ത് മാവിന് കുറവ് വരത്തില്ലെന്ന്. വിശ്വാസമുള്ള എത്ര പേരുണ്ട്? ഇന്ന് പകലിൽ ദൈവ പൈതലേ, സാധ്യതകളെല്ലാം തീരുമ്പോഴും നിന്റെ അകത്തുള്ള വിശ്വാസത്തിന് ഉറപ്പുണ്ടെങ്കിൽ നീ അത് കാണും. ആ പ്രവൃത്തിയായി ദൈവ മനുഷ്യൻ പറഞ്ഞ് ആയിരക്കണക്കിന് പേർ ഗ്രൗണ്ടിനകത്ത് തടിച്ചുകൂടി. വലിയ പ്രാസംഗികനും പറഞ്ഞു എൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നു. അത്ഭുതമല്ലേ ഇത്? എന്താ സംഭവിച്ചെന്നറിയാമോ? വിശ്വാസത്തോടെ ഒരുത്തൻ എടുത്തങ്ങ് ചാടി. വിശ്വാസത്തിൻ്റെ ഭ്രാന്തങ്ങ് മൂത്തു. സാഹചര്യം മുഴുവനും വിപരീതമായിരുന്നപ്പോൾ എല്ലാവരും നെഗറ്റീവ് പറഞ്ഞു. എങ്ങനെ 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 പക്ഷേ അറിഞ്ഞ ദൈവത്തിൻ്റെ മുറുകെ പിടിച്ച വിശ്വാസം അങ്ങ് വർദ്ധിക്കാൻ തുടങ്ങി. ഇത് വർദ്ധിച്ചപ്പോൾ നാട്ടുകാരൊക്കെ പറയും ഭ്രാന്തനാണ്, ഭ്രാന്തനാണ്, നോക്ക് ഭ്രാന്തനാണ്. വലിയ സ്കൂളിൽ അഡ്മിഷനോ? അവൻ ഈ കൂലിപ്പണി ചെയ്യുന്നവന് വലിയ സ്കൂളിൽ ഇവൻ്റെ തലമുറയ്ക്ക് അഡ്മിഷനോ? ഇതെങ്ങനെ സംഭവിക്കുക? ഇവൻ എങ്ങനെ ഫീസ് കൊടുക്കും? ആമൻ എങ്ങനെ ഫീസ് കൊടുക്കുക? പക്ഷെ പിള്ളേരെ കൊണ്ട് സ്കൂളിൽ ചേർത്തവൻ പറയുന്നു ആമൻ ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു, എനിക്കൊരല്പം ഭ്രാന്തുണ്ട്, വിശ്വാസത്തിൻ്റെ ഭ്രാന്ത്. ഓ എൻ്റെ ദൈവം എനിക്ക് തരുമെന്നുള്ള ഭ്രാന്ത്. നീതിമാന്റെ സന്തതി അപ്പത്തിനായി ഇരക്കാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. ഹോ പ്രിയരേ, ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും. കാട്ടിലെ രാജാവാണ് സിംഹം. പക്ഷെ വേദപുസ്തകം പറയുന്നു ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരുന്നാലും എന്ന് പറഞ്ഞാൽ ആ സിംഹങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും വിശന്നിരിക്കത്തില്ല. വിശന്നിരിക്കാൻ ആ കാട്ടിലെ രാജാവ് അനുവദിക്കത്തില്ല. പക്ഷെ വേദപുസ്തകം പറയുന്നു എടാ രാജാവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിശന്നാൽ രാജാതി രാജാവായ എൻ്റെ മക്കളായ നിന്നെ ഞാൻ പോറ്റും. ഹേയ്, കാട്ടിലെ രാജാവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിശന്നാലും കാട്ടിലെ രാജാവിൻ്റെ കുഞ്ഞുങ്ങൾ ഗുഹക്കകത്ത് വിശക്കുന്നുവെന്ന് 1000 പ്രാവശ്യം പറഞ്ഞാൽ രാജാതി രാജാവിൻ്റെ പൈതലേ, നിനക്കൊന്നിനും ഒരു നാളത്തും ഒരു കാലത്തും എൻ്റെ ദൈവം മുടക്കം വരാൻ അനുവദിക്കുകയില്ല. നോക്ക്, ഈ മനുഷ്യൻ ഉഴുതു മറിച്ചപ്പോൾ കാണുന്നവരൊക്കെ പറയും യവൻ എന്തോ സംതിങ് പ്രശ്നമുണ്ട്, യവൻ്റെ തലയ്ക്ക് എന്തോ ചെറിയ പ്രശ്നമുണ്ട്. കാര്യം അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്യുമോ? ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എടാ, വരണ്ട് കിടക്കുന്ന പാടത്ത് അവൻ വിത്തെറിയാൻ പോവുക. കാണുന്ന ഇവൻ എന്തോ സംതിങ് എന്തോ പ്രശ്നമുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. അതെ, സ്വന്തം കൂട്ടുകാർ, നാട്ടുകാർ, അത് ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ, എല്ലാവരും പറയും ഇതെന്തോ മനുഷ്യ കാണിക്കുന്നേ, ഇതെന്താ കാണിക്കുന്നേ, ഇതെന്തൊരു പൊട്ടത്തരവ കാണിക്കുന്നേ. ആൾക്കാരൊക്കെ വല്ലതും പറയും, ആൾക്കാരൊക്കെ പരിഹസിക്കും, ആൾക്കാരൊക്കെ പറയും നിങ്ങൾക്ക് ഭ്രാന്താണെന്ന്. ഊളംപാറയെ കൊണ്ടുപോകണമെന്ന് പറയും. ഇതൊക്കെ കാതിൽ കേൾക്കുമ്പോൾ തിരിച്ചറിയണം, ഈ പറഞ്ഞവൻ്റെ മുൻപിൽ വെച്ച് ദൈവം നിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തും. പറഞ്ഞവർ അത് അതേ നാവ് കൊണ്ട് തിരുത്തി പറയും. അന്ന് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു പോയി, ഇയ്യോബ് ചാരത്തിലാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾ കാണുന്നു, ഞങ്ങൾ പറഞ്ഞ വിധിയെഴുത്തുകളെ തിരുത്തിക്കൊണ്ട് ദൈവം അവൻ്റെ ജീവിതത്തെ അനുഗ്രഹിച്ചു. നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി കൊടുക്കാൻ തുടങ്ങി. ഓ, തളർന്ന് പരുന്ത് ഗുഹക്കകത്ത് ഇരിക്കപ്പെടുമ്പോൾ, പാളയുടെ പിളർപ്പിൽ ഇരിക്കപ്പെടുമ്പോൾ എല്ലാവരും പറയും തീർന്നു. പക്ഷെ പറഞ്ഞവൻ്റെ മുമ്പിൽ കൂടെ ഒരു ദിവസം പുതിയ തൂവലുകൾ മുളച്ച്, പുതിയ ചിറകുകൾ മുളച്ച്, പുതിയ നഖങ്ങൾ മുളച്ച് ആനന്ദമായ വികായത്തിൽ പറഞ്ഞവർ നോക്കി നിൽക്കുമ്പോൾ അവൻ്റെ മുൻപിൽ കൂടെ ഇത് പറക്കും. ഓ, നീ പറക്കും, നീ ഉയര്. നിന്നെ നിന്ദിച്ചവന്റെ മുൻപിൽ വെച്ച് ദൈവം നിന്നെ തെളിയിക്കാൻ പോകുകയാണ്. നീ ആരെന്ന് ദൈവം തെളിയിക്കും.
Katalarabaya. Rakakakatalabaya. Ranteriandel Bravania. Oh, വിശ്വാസം വർദ്ധിക്കട്ടെ, പ്രത്യാശ വർദ്ധിക്കട്ടെ, ആത്മിക ഭ്രാന്തന്മാർ എഴുന്നേൽക്കട്ടെ. ഈ മനുഷ്യൻ പാടത്തിലേക്ക് വിത്തുവാരി എറിയുന്ന നേരം എല്ലാവരും പറയും യവൻ എന്തോ പ്രശ്നമാ, ഭ്രാന്താണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരിക്കൽ അബ്രഹാമിൻ്റെ അടുത്ത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, കൽദയ പട്ടണമായ ഊരിൽ നിന്ന് താനെ അബ്രഹാമിനെ വിളിച്ചിറക്കുമ്പോൾ പറഞ്ഞൊരു ദൈവശബ്ദം ഇതാണ്: ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും, നിനക്ക് ഞാൻ മക്കളെ തരും, നിനക്ക് ഞാൻ സമ്പത്തിനെ തരും. പക്ഷെ ജീവിതം പോകവേ, ജീവിതത്തിൻ്റെ യാത്ര പോകവേ ഉൽപ്പത്തി 15 ആമൻ. അബ്രഹാം ഭയന്ന് കിടന്ന് നിലവിളിക്കുകയാണ്. ഭയന്നുകൊണ്ട് കിടക്കുന്നവൻ്റെ അടുത്ത് രാത്രിയിൽ ദൈവം ഇറങ്ങി വന്നു. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്റെ അതിമഹത്തായ അവൻ പ്രതിഫലവും നിന്റെ പരിചയമാണ്. അതിമഹത്തായ പ്രതിഫലവും ഞാൻ നിന്റെ പരിചയമാണ്. നീ എന്തിനാ ഭയപ്പെടുന്നേ? അബ്രഹാം പറഞ്ഞു, എനിക്ക് തലമുറയില്ല, എനിക്ക് മക്കളില്ല. നീ തരാമെന്ന് പറഞ്ഞ വാഗ്ദത്തം എവിടെ? എനിക്ക് തരാമെന്ന് പറഞ്ഞ നന്മ എവിടെ? എനിക്ക് തരാമെന്ന് പറഞ്ഞ അത്ഭുതം എവിടെ? ഇന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ, എവിടെ കർത്താവേ, എവിടെ കേട്ട ശരി ദൈവശബ്ദം എവിടെ? കേട്ട ദൈവിക വാഗ്ദത്തങ്ങൾ എവിടെ? ഈ മനുഷ്യൻ ചോദിച്ച് എവിടെ? ദൈവം അവനെ വിളിച്ചടാ, അങ്ങ് വാ. വിളിച്ച് വീട്ടിൻ്റെ പുറത്തിറക്കിയിട്ട് നോക്കണം ആകാശത്തേക്ക്. എണ്ണാമെങ്കിൽ എണ്ണിക്കോ, നക്ഷത്രങ്ങളെ എണ്ണാമെങ്കിൽ എണ്ണിക്കോ. ഇതുപോലെ നിനക്ക് ഞാൻ സന്തതിയെ തരും, ഇതുപോലെ ഞാൻ നിനക്ക് സന്തതിയെ തരും. ഭയപ്പെടണ്ട, ആകുലം വേണ്ട, ഭാരം വേണ്ട. ദൈവം വിശ്വാസൻ. പക്ഷേ അബ്രഹാമിനൊരു അബദ്ധം പറ്റി. അതുവരെ ദൈവ ശബ്ദം കേട്ട് ആലോചന ചോദിച്ച് മുൻപിലേക്ക് പോയവൻ 86-ാമത്തെ വയസ്സെത്തിയപ്പോ, തലമുറ കിട്ടാതിരുന്നപ്പോ, എവിടെ എൻ്റെ അത്ഭുതമെന്ന് ചോദിച്ചു കൊണ്ടിരുന്നപ്പോ, എവിടെ ഞാൻ കേട്ട ദൈവശബ്ദത്തിൻ്റെ നിവർത്തി എന്ന് ചോദിച്ചുകൊണ്ടിരുന്നപ്പോ, എവിടെ ഞാൻ കേട്ട വാഗ്ദത്തത്തിൻ്റെ നിവർത്തി എന്ന് ചോദിച്ചു കൊണ്ടിരുന്നപ്പോ, അവൻ്റെ കാതിലൊരു മാനുഷിക ശബ്ദം കേൾക്കുന്നു. അബ്രഹാമേ, നമുക്ക് തലമുറയില്ല, നീ ദാസിയുടെ അടുക്കിലേക്ക് പോ. അബ്രഹാമിന്റെ ജീവിതത്തിൽ വന്ന വലിയ പരാജയം. അതുകൊണ്ട് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞേ, ദൈവ ശബ്ദം കേട്ട് ഇറങ്ങിയാൽ അത്ഭുതം കാണുന്നതിന് മുൻപ് നിന്റെ കാതിൽ നീ നെഗറ്റീവ് കേൾക്കും. നിന്റെ മുൻപിൽ വാതിലെല്ലാം അടഞ്ഞെന്ന് തോന്നും, എല്ലാം തീർന്നുവെന്ന് തോന്നും. ഒന്നും നടക്കാതിരുന്നപ്പോ ഭാര്യ പറയുന്നു, ഹാഗറിന്റെ അടുക്കിലേക്ക് പോ. ദൈവത്തോട് ഒറ്റ വാക്ക് പോലും ചോദിക്കാതെ വിളിച്ചിറക്കിയ സമയത്ത് കേട്ട ദൈവശബ്ദം എന്താണെന്ന് ഒന്നുകൂടെ നാരായാതെ, അതിൽ ഉറപ്പോടെ നിൽക്കാൻ കഴിയാതെ അവൻ ഹാഗറിന്റെ അടുക്കലേക്ക് പോയി. ഒരു സന്തതി ജനിക്കുകയാണ്. അടുത്ത 13 വർഷം ദൈവം മിണ്ടിയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, കൂട്ടുകാരൻ മിണ്ടിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാം. ഈ പറയുന്ന കാര്യം എല്ലാവർക്കും മനസ്സിലാകത്തില്ല. ആത്മീക മനുഷ്യനാണെങ്കിൽ അവർക്കത് മനസ്സിലാകും. കേട്ടോ, കൂട്ടുകാരൻ മിണ്ടിയില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. 2 ദിവസം കഴിയുമ്പോൾ വേദന അങ്ങ് മാറിയെന്ന് വരും. ഭാര്യയോട് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ പിണങ്ങിയിരുന്നെന്ന് വരും, സാരമില്ല. പക്ഷെ ദൈവം മിണ്ടിയില്ലെങ്കിൽ ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ് ഈ വെള്ളത്തിൽ കിടക്കുന്ന മീനിനെ എടുത്ത് കരയിലേക്ക് എടുത്തിട്ട തിരിച്ച് വെള്ളത്തിലേക്ക് അത് ചാടാൻ വെമ്പൽ കൊള്ളുന്നത് പോലെ ദൈവ സാന്നിധ്യം ഒരു അല്പം അകന്നു പോയാൽ അവൻ കിടന്ന് നിലവിളിക്കും, തമ്പുരാനേ, മാറ്റമില്ലാത്ത ദൈവ സാന്നിധ്യം എനിക്ക് വേണം. ദാവീദ് പറഞ്ഞതുപോലെ നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്.
എനിക്ക് നിന്റെ ആത്മാവിനെ വേണം. ഒരു സെക്കൻഡ് പിരിയാൻ കഴിയാത്ത ഒരു ദൈവ സാന്നിധ്യത്തിന്റെ ആഴത്തിലേക്ക് ഡോക്ടർ കൈവിട്ടാ ഭയപ്പെടണ്ട. ഡോക്ടർ പറഞ്ഞു ഈ മനുഷ്യൻ ഇനി മരുന്നില്ല, ഇവൻ ചത്തു, ഇവൻ ചാകും. ഏറിയ 4-5 ദിവസം അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 1 വർഷം ഇവൻ ചാകും. നമുക്ക് ഭയപ്പെടണ്ട, ദൈവമുണ്ട്. നമുക്ക് പറയാം ദൈവമുണ്ട്. നമുക്ക് തൻ്റെ ഇടത്തോടെ പറയാം, ഡോക്ടറെ സാരമില്ല, എനിക്കൊരു ദൈവമുണ്ട്, എനിക്ക് ആ ദൈവത്തെ ഉറപ്പാ. കൂട്ടുകാരൻ നിന്നെക്കുറിച്ച് നിന്റെ കുതുകാലി വെട്ടുമ്പോൾ, കൂടെ തോളിൽ കൈയിട്ട് നടന്നിട്ട് നിന്റെ കുതുകാലി വെട്ടുമ്പോൾ ആ സ്നേഹിതനെ നോക്കി നമുക്ക് പറയാം, പോണെങ്കിൽ പൊക്കോടാ, സാരമില്ല. നീ എന്നെ വിട്ട് പോയല്ലേ, എന്നെ കുറ്റം പറയല്ലേ, നീ എന്നെ കളിയെ പോക്കോ, സാരമില്ല, എനിക്കൊരു ദൈവമുണ്ട്. പറയാം, എനിക്കൊരു ദൈവമുണ്ട്. എല്ലാവരും കുറ്റം മാത്രം പറഞ്ഞ് നിന്നയുടെ കല്ല് വെച്ച് ഉരുട്ടി നീക്കുമ്പോൾ നമുക്ക് പറയാം, നിന്ദിച്ചോ, പരിഹസിച്ചോ, സാരമില്ല, എനിക്കൊരു ദൈവമുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ആ ദൈവം നിങ്ങൾക്കില്ലാതെ പോയാൽ, എല്ലാവരും ഉണ്ടായിട്ടും ദൈവം നിനക്കില്ലെങ്കിൽ, ഡോക്ടർ കൈവിട്ടാൽ ദൈവമുണ്ട്, കൂട്ടുകാർ പോയാൽ ദൈവമുണ്ട്, അവൻ നാട്ടുകാർ നിന്നയുടെ വാക്ക് പറഞ്ഞാൽ നിനക്ക് ദൈവമുണ്ട്. പക്ഷേ ആ ദൈവം നിന്നെ കൈവിട്ടാൽ നീ എന്ത് ചെയ്യും? ദൈവം മിണ്ടിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അബ്രഹാമിൻ്റെ ജീവിതത്തിൽ 13 വർഷം ദൈവം മിണ്ടുന്നില്ല. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ ഒരു സൈലൻറ്റ് പീരീഡ് ഉണ്ടായിരുന്നു, ഒരു നിശബ്ദ കാലഘട്ടം. 70 വർഷങ്ങൾ സൈലൻറ്റ് പീരീഡ്, നിശബ്ദ കാലഘട്ടം. ആ നിശബ്ദ കാലഘട്ടത്തിൽ ഇവർ കടന്നു പോവുകയാണ്. കരഞ്ഞ് തളർന്നു ഇവരെ തിരികെ കൊണ്ടുവരും. അവർ പറയുന്നു, സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. ഈ 13 വർഷം ദൈവം മിണ്ടാതിരുന്നു. പക്ഷേ 99 വയസ്സായി. 13 വർഷത്തിന് ശേഷം ദൈവം പറഞ്ഞു, അബ്രഹാമേ, നീ എൻ്റെ മുൻപിൽ നേരുള്ളവനായി നിഷ്കളങ്കനായിരിക്കെ എന്ന് പറഞ്ഞ, നീ ഭാര്യയുടെ വാക്ക് കേട്ടല്ലേ പരാജയപ്പെട്ടു പോയത്, ഇനി നീ എൻ്റെ വാക്ക് കേൾക്ക്. ഞാൻ നിനക്ക് തലമുറയെ തരാൻ പോകുന്നു. പിന്നെ അവൻ്റെ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി. പിന്നെ അവൻ ആശയ്ക്ക് വിരോധമായി വിശ്വസിക്കാൻ തുടങ്ങി. അവൻ്റെ വിശ്വാസം അവനൊരു സന്തതിയെ കൊടുക്കുകയാണ്. ഈ മനുഷ്യൻ വയലിലേക്ക് വിത്ത് വാരിയെറിഞ്ഞു. അവൻ്റെ വിശ്വാസം അവന് 100 മേനി കൊയ്തെടുത്തു. ആ ക്ഷാമകാലത്ത് അവൻ 100 മേനി കൊയ്തെടുത്തു. വേദപുസ്തകം പറയുന്നു, അവൻ വർദ്ധിച്ച് മഹാധനവാനായി, അവൻ മഹാസമ്പന്നനായി. കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. നിങ്ങൾക്കറിയാമോ ദൈവമക്കളെ, ഇവിടെ കർത്താവിൻ്റെ ദാസൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പദം എന്നെ ഭയങ്കരമായി സ്ട്രൈക്ക് ചെയ്തു. യോബിൻ്റെ നഷ്ടപ്പെട്ടു പോയ സമ്പത്തിൻ്റെ ഇരട്ടിയാണ് ദൈവം യോബിനെ മടക്കി കൊടുത്തത്. അത് ആ പട്ടണത്തിന് വഹിക്കാൻ കഴിയാതെ വന്നു. ആ പട്ടണത്തിന് അതെന്ത് ചെയ്യാൻ വയ്യാതെ വന്നു. വഹിക്കാൻ കഴിയാതെ വന്നു. സഹോദരന്മാരെ, അബ്രഹാമിൻ്റെ സമ്പത്തിനെ പല രാജ്യങ്ങൾക്കും വഹിക്കാൻ കഴിയാതെ വന്നു. നിങ്ങൾ മിണ്ടുന്നില്ല. അബ്രഹാമിൻ്റെ സമ്പത്തിനെ പല രാജ്യങ്ങൾക്കും എന്ത് ചെയ്യാൻ വയ്യാതെ വന്നു, വഹിക്കാൻ. രാജാക്കന്മാർ അബ്രഹാം ഇരിക്കുന്നിടത്ത് വന്നിട്ട് പറയുകയാണ്, നിന്റെ സമ്പത്തും നിന്റെ മൃഗങ്ങളും നിന്റെ ആൾക്കാർക്കും എൻ്റെ രാജ്യത്ത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഈ അർത്ഥം, അതുപോലെ സമ്പത്തുള്ളവനായിരുന്നു അബ്രഹാം. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അകത്തൊരു തളപ്പ് തന്നത് ഇങ്ങനെയാണ്. ഇനി നിങ്ങൾ കേട്ടോണം. ആമേൻ. ഒരു യാക്കോബ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഒരു വടിയോടുകൂടാ, തിരിച്ചു കയറി വരുന്നത് ആമേൻ വിട്ടുപോയ കുടുംബത്തിനും ആ ദേശത്തിനും വഹിക്കാൻ കഴിയാത്ത ഒരു സമ്പത്തുമായിട്ടാ അവൻ തിരിച്ചു മടങ്ങി വരുന്നത്. ആമേൻ. ഞാനിങ്ങനെ പ്രൊഫറ്റിക്കലായിട്ട് ഈ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഞാൻ പറയാം. കുഞ്ഞെ, ലോഗോസ് ചർച്ച്, ഈ ചർച്ചിനെ വരാൻ പോകുന്നൊരു കാലഘട്ടത്തിൽ
ആര്യനാട് പട്ടണത്തിന് വഹിക്കാൻ കഴിയാത്തതുപോലെ ഒരു സമ്പത്ത്, ഒരു നന്മ ജനത്തെ ഈ പട്ടണത്തിൽ, ഈ സഭയ്ക്കകത്ത് ദൈവം നിറയ്ക്കാൻ പോകുക. സ്വീകരിക്കാൻ പറ്റുന്ന ദൈവമക്കളെ തുടങ്ങി കരമടിച്ചു സ്വീകരിച്ചോ. വഹിക്കാൻ പറ്റത്തില്ല ശർപ്പാഷേ, വഹിക്കാൻ ഞാൻ സ്വീകരിക്കുക. എനിക്ക് അറിയത്തില്ല ദൈവമക്കളെ, ഭയങ്കരമായി ഞാൻ ദൂതനെ എൻ്റെ ശരീരത്തിൽ അത് മാനിഫെസ്റ്റേഷൻ ആവുക. ഈ ദൈവസഭയിൽ അവൻ ഈ ദൂത് ദൈവം അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഇത് സ്വീകരിക്കാൻ പറ്റുന്ന എൻ്റെ വിശ്വാസികൾ ഇതിനകത്തുണ്ടെങ്കിൽ സ്വീകരിച്ചോണോ. ഞാൻ ഈ പകലിൽ പറയാ, ആമേൻ. പാപേ, ഈ പട്ടണത്തിന്, ഈ സഭയെ വഹിക്കാൻ പറ്റത്തില്ല. വഹിക്കാൻ പറ്റത്തില്ല. ആമേൻ, ആമേൻ. റോബിനെ എന്തോ കണ്ടോണ്ടാ നീ പറയുന്നേ? നീ എന്തുകൊണ്ടാ ഈ പറയുന്നേ? നിന്റെ കൂടെ ആകെ പടം 4, 3, 7 പേര്. അത് പൊട്ടിയവര്, ചിന്നിയവര്, കുഴഞ്ഞവര്, കണ്ണുപൊട്ടന്മാര്, കൈയില്ലാത്തവര്, വാള് പിടിക്കാൻ അറിയാത്തവര്, ഇവരൊക്കെയാ നിന്റെ കൂടെ ഉള്ളവര്. നീ ഇവരെ കൊണ്ട് എന്തോ ചെയ്യാനാ? ആ ദുരാത്മാവിനോട് ഞാൻ ഇങ്ങനെ പറയും, എടാ, യാക്കോബ് പോയത് വടിയുമായിട്ടാ, തിരിച്ചു വന്നത് അവൻ സമ്പത്തുമായിട്ടാ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ നിന്ന് പറയാ, ഇതിനകത്തിരിക്കുന്നവർ ക്ഷീണിച്ചവരാ, ഇതിനകത്തിരിക്കുന്നവർ കുഴഞ്ഞവരായിരിക്ക, ഇതിനകത്തിരിക്കുന്നവർ സാമ്പത്തികമായി ഒരു അടിസ്ഥാനമില്ലാത്തവരായിരിക്ക. പക്ഷെ ഞാൻ ഈ പകലിൽ പറയാ, നിന്റെ സ്ഥിതി മാറ്റാൻ പോകുക. നിന്റെ സ്ഥിതിയെ സ്വർഗം മാറ്റാൻ പോകുക. ോളം ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. ഓരോ നാളിലും പിരിയാതന്ത്യത്തോളം ഓരോ നിമിഷവും കൃപയാൽ നിലനിൽക്കുമേ. ഞാനങ്ങെ സ്നേഹിക്കുന്നു, എൻ ജീവനെ കാളെന്നും. ഞാനങ്ങെ സ്നേഹിക്കുന്നു, എൻ ജീവനെ കാളെന്നും. ആരാധിക്കും അങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. ഓ, ആരാധിക്കും അങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. ആത്മാർത്ഥ ഹൃദയമോടെ. ഒരു പൊട്ടനെ പോലെ ഇറങ്ങിച്ചാടുക, ഒരു പൊട്ടനെ പോലെ ഇറങ്ങിപ്പോവാ. കുറ്റങ്ങൾ മാത്രം, പരാതികൾ മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പരാതികളും മാത്രം എനിക്ക്. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നപ്പ, എങ്കിലും ഞങ്ങൾ വിശ്വസിക്കുക, ഞങ്ങളെ ഇവിടെ തള്ളിക്കളയത്തില്ല. ഈ പട്ടണത്തെ ഞങ്ങളെ ലജ്ജിപ്പിക്കത്തില്ല.
അധികം സ്നേഹിച്ചവർ, ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓരോ നാളിലും പിരിയാദന്ത്യത്തോളം കർത്താവിൻ്റെ പകലിൽ പറയുന്നൊരു ദൂതാണ്. അവനെ, നിനക്ക് നിൽക്കാമോ എൻ്റെ കൂടെ? നിനക്ക് പിരിയാതെ നിൽക്കാമോ? ഓരോ നിമിഷവും കൃപയാൽ നടത്തിടുമേ, ഓരോ നാളിലും പിരിയാദന്ത്യം. ഒന്ന് ചേർന്ന് പാടാമോ നിങ്ങൾക്ക്? ഓരോ നിമിഷവും കൃപയാൽ നിൽക്കുമേ, ഓരോ നാളിലും പിരിയാദന്ത്യത്തോളം, ഓരോ നിമിഷവും കൃപയാൽ നടത്തിടുമേ. ഞാനങ്ങേ സ്നേഹിക്കുന്നു, എൻ ജീവനെ കാളെന്നും. ഞാനങ്ങേ സ്നേഹിക്കുന്നു, എൻ ജീവനെ കാളെന്നും. ആരാധിക്കുന്നങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. ആരാധിക്കുന്നങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. ആരാധിക്കുന്നങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. പ്രാർത്ഥിക്കാം. എന്നെ വഹിക്കാൻ പറ്റത്തില്ല ഈ പട്ടണത്തിന്. എന്നോട് കർത്താവ് പറഞ്ഞതാണ്, റോബനെ, നീ ഇവിടെ വന്ന് താമസിക്കുന്നവനാ, ശരിയാ. നീ ഇവിടെ വന്ന് താമസിക്കുന്നവനാ, ശരിയാ. നീ തുടങ്ങിയ ചർച്ച ശരിയാ. വലിയ അടിസ്ഥാനങ്ങളൊന്നും ഇതിനകത്ത് നീ ചിലപ്പോൾ നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല, ശരിയാ. പക്ഷെ ഞാൻ നിന്നോടൊരു ദൂത് പറയാം, നിന്നെ ഈ പട്ടണത്തിന് വഹിക്കാൻ പറ്റത്തില്ല. നിന്നെ ഈ പട്ടണത്തിന് വഹിക്കാൻ പറ്റത്തില്ല. നിന്നെ ഈ പട്ടണത്തിന് വഹിക്കാൻ പറ്റത്തില്ല. അസാധാരണ സമ്പത്ത് കൊണ്ട്. നിങ്ങൾക്കറിയാമോ ദൈവമക്കളെ, ഞാൻ ഭയങ്കരമായി വിശ്വസിക്കുന്നൊരു കാര്യമാണ്. 2017 ഞങ്ങളൊരു ക്രൂസൈഡ് നടത്തി. ഇവിടെയല്ല, 2016 സ്തോത്രം, ഞങ്ങളൊരു ക്രൂസൈഡ് നടത്തി ഓടനാവട്ടത്താ, സ്തോത്രം. അന്ന് ആ ദൈവസഭ ഇത്രയും പോലും നമ്മുടെ വിശ്വാസികളുടെ അത്രയും പോലും ദൈവസഭയില്ല, സ്തോത്രം. നമ്മുടെ ഇത്രയും പോലും അന്ന് വിശ്വാസികളില്ല. അന്ന് ഞങ്ങൾ വിശ്വാസത്താൽ, എന്നെ ശ്രദ്ധിക്കണേ, അന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ഗ്രൗണ്ട് സ്തോത്രം എടുത്തു. ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഭയങ്കരമായ ഗ്രൗണ്ട് എടുത്തു. അപ്പോൾ ആ നാട്ടുകാരെല്ലാം പറഞ്ഞു, ആൾക്കാരെല്ലാം, വിശ്വാസികളെല്ലാവരും പറഞ്ഞു, നമ്മുടെ സഭയിലല്ല, പുറത്തുനിന്ന് നമ്മൾ സഹകരിക്കുന്ന വിശ്വാസികളെല്ലാം പറഞ്ഞു, പാസ്റ്ററെ, ഇവിടെ നിന്ന് വെച്ച് നടത്തി ആരും വരാൻ പോകുന്നില്ല. നിങ്ങളൊരു കാര്യം ഇത് ക്രോസ് ചെയ്യാൻ, ക്രോസ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ക്രോസായിട്ട് നടത്തുകയാണെങ്കിൽ കുറച്ചുകൂടെ അങ്ങ് റോഡിനക്കരെ പോരും. ഇത്രയും പേര് മതി. ഒരു 100-200 കസേരയ്ക്കകത്ത് ഒതുങ്ങുന്നേ ഉള്ളൂ. അന്ന് നമ്മളെ സ്നേഹിക്കുന്ന വിശ്വാസികളെല്ലാം പറഞ്ഞു. എന്നാൽ അന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ഫ്ലെക്സ് അടിച്ചു. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, അന്ന് ഒറ്റ രാത്രിയിൽ തന്നെ 50-ലധികം ഫ്ലെക്സുകൾ വെച്ചാ, 50-ലധികം ഫ്ലെക്സുകൾ, 3000-ലധികം നോട്ടീസുകൾ അടിച്ചെടുത്തു. 3000-ലധികം നോട്ടീസുകൾ, 2000-ലധികം വാൾ പോസ്റ്ററുകൾ. നിങ്ങൾക്കറിയാമോ, അവസാനം ഈ നോട്ടീസുകളും വാൾ പോസ്റ്ററുകളും ഈ കടയിലെ സാധനം വരെ പൊതിഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ നോട്ടീസുകൾ വിതറി. ഭയങ്കരമായിരുന്നു. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ആ മീറ്റിങ്ങിനകത്ത് 3000-ലധികം ആൾക്കാരാണ് കടന്നു വന്നത്. നിങ്ങൾ സംശയമാണെങ്കിൽ ഇന്നും അതിൻ്റെ വീഡിയോസ്
ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. ലോഗോസ് ഓടനാവട്ടം ക്രൂസൈഡ് അടിച്ചു നോക്കിയാൽ മതി. സ്തോത്രം. ആമേൻ. 3000-ലധികം ആൾക്കാർ. ആമേൻ. അച്ഛാ, അന്ന് സുരേഷ് ബാബു പാസ്റ്റർ എന്ന് പറഞ്ഞൊരു പദമുണ്ട്. സുരേഷ് ബാബു ലാസ്റ്റ് ദിവസം പ്രസംഗിച്ചത് സുരേഷ് ബാബു പാസ്റ്റർ ആയിരുന്നു. സുരേഷ് ബാബു പാസ്റ്റർ എന്ന് പറഞ്ഞ പോലെ ഇത്രയും ചെറിയ സഭ, ഇത്രയും മഹായോഗം ക്രമീകരിച്ചിരിക്കുന്നത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ പദത്തെ ഞാൻ സ്വീകരിക്കുകയാണ്. ഇത്രയും ചെറിയ സഭ, മഹായോഗങ്ങൾ, മഹായോഗങ്ങൾ അത് ക്രമീകരിക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ കരമടിച്ച് ആമേൻ, ആമേൻ. മഹായോഗങ്ങൾ ക്രമീകരിക്കാൻ പോവുകയും ഞാൻ ഇവിടുത്തേക്ക് ഒത്തിരി കൺവെൻഷനുകളിൽ പോയിട്ടുണ്ട്. അച്ഛാ, ഒത്തിരി കൺവെൻഷനുകളിൽ എല്ലാ സെൻട്രൽ കൺവെൻഷനും ജനറൽ കൺവെൻഷനും 10 സഭകൾ ഒരുമിച്ച് കൂടിയുള്ള കൺവെൻഷനുകളൊക്കെയാണ് മിക്കവാറും ഉള്ളത്. മഹായോഗങ്ങൾ നടത്തുന്ന കൺവെൻഷനുകളൊക്കെ വളരെ ചുരുക്കമാണ്. ഇവരൊക്കെ കൺവെൻഷൻ വേദികളിൽ നിരന്തരമായി പാടുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവരാ. സ്തോത്ര. ആമേൻ. എന്നാൽ ഇന്ന് ഈ പകൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ആ കെട്ടങ്ങ് പൊട്ടിക്കാൻ പോകുക. നല്ല ആമേ പറ. വിശ്വസിക്കുന്നവർ ആമേ പറ. ആ കെട്ട് പൊട്ടിക്കാൻ പോകുകയാണ്. ഞാൻ ഇങ്ങനെ പ്രവചിച്ച് പറയാ, ആര്യനാട് കണ്ടിട്ടില്ലാത്ത മഹായോഗത്തെ നമ്മളിവിടെ ക്രമീകരിക്കാൻ പോകുക. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. വിശ്വസിക്കുന്നവർ കരമടിച്ച് അതിന്റെ സാമ്പത്തിക ദൈവം ഒരുക്കാൻ സ്വതന്ത്രം പറഞ്ഞാട്ടെ. അതിന്റെ സാമ്പത്തിക ദൈവം ഒരുക്കാൻ സ്വതന്ത്രം പറഞ്ഞാട്ടെ. അതിന്റെ സാമ്പത്തിക ദൈവം ഒരുക്കാൻ സ്വതന്ത്രം പറ. അതിന്റെ വഴികൾ തുറക്കാൻ സ്വതന്ത്രം പറ. യേശുവിന്റെ നാമത്തിൽ ശുശ്രൂഷകന്മാരെ ദൈവം അനുഗ്രഹിക്കാൻ സ്വതന്ത്രം പറ. ഈ പകൽ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ സഭയിൽ വാഹനമുള്ളവരുണ്ട്. മിക്ക ആൾക്കാർക്ക് വാഹനമുള്ളവരാ. സ്തോത്ര. എന്നാൽ ആ വാഹനത്തോടുള്ള ബന്ധത്തിൽ ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ വാഹനത്തിൽ ഏണി കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആ വാഹനത്തിൽ ഫ്ലെക്സ് വെക്കാൻ പറ്റത്തില്ല. അതൊന്നും പറ്റത്തില്ല. അതെല്ലാം പറ്റുന്ന സ്തോത്രം കുറഞ്ഞതൊരു 6-7 പേരെയെങ്കിലും 7-8 പേരെയെങ്കിലും നമുക്ക് അതിനകത്ത് കൊണ്ടുവരാനോ. ഓ ഹല്ലേലൂയ. ദൈവം ഒരുക്കാണതിന് സ്തോത്രം പറയാ. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ അതിന്റെ ചാവി നമ്മളിവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നതായി. വിശ്വാസത്തിന്റെ കണ്ണ്. ഓ വിശ്വാസ കണ്ണാൽ യേശുവിന്റെ നാമത്തിൽ അതിവിടെ കയറി വരട്ടെ. വാഹനം കയറി വരട്ടെ. വാഹനം കയറി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ വാഹനം കയറി വരട്ടെ. ആമേൻ, ആമേൻ. ദൈവം അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്ര. ആമേൻ, 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 ആമേൻ. ഏപ്രിൽ മാസം 15, 16, 17, 18 ദിവസങ്ങളിൽ നടക്കുന്ന ക്രൂസൈഡിനായി സ്തോത്രം പറഞ്ഞാട്ടെ. പോരാ, 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 പോരാ. ദൈവസഭ ക്രമീകരിക്കുന്ന ആദ്യത്തെ മഹായോഗമാണ്. ആമേ. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ഈ യോഗ ദേശത്തിന്റെ കെട്ടുപൊട്ടിക്കുക. ഈ യോഗ ദേശത്തിന്റെ കെട്ടുപൊട്ടിക്കുക. ഈ യോഗ ദേശത്തിന്റെ കെട്ടുപൊട്ടിക്കുക. ഈ യോഗ പൈശാചിക അധികാരങ്ങളെ പൊളിക്കും. ഗ്ലോറി, 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 ഗ്ലോറി. റബബബബ ശതറദന റികബബബ ശബബബബ റിബബബബ റിബലബബ ശബരബലബ റിബലബ. അന്യഭാഷകളിൽ നിന്ന് പ്രാർത്ഥിച്ചോ. യോഗം അനുഗ്രഹമാകട്ടെ. ജനം കടന്നു വരട്ടെ. പ്രസംഗിക്കാൻ വരുന്നവർക്കായി സ്തോത്രം പറയാം. സ്തോത്രം പറഞ്ഞാട്ടെ ദൈവമക്കളെ. ആമേ. സ്തോത്ര, 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 സ്തോത്ര. ആമേ. അരവിന്ദ് മോഹനായി സ്തോത്രം പറയാ. നല്ല സ്തോത്രം പറ ദൈവമക്കളെ. നമ്മളൊരു സ്തോത്രത്തിനകത്ത് വിലയുള്ളതാ. ആ വില കെട്ട് പൊട്ടിക്കുന്നതാ. ഇന്നേ നമ്മൾ സ്തോത്രം പറയുമ്പോൾ അന്നൊരു ഭയങ്കര മറക്കൽ നടക്കാൻ പോകുക. ഒരു മിറക്കൽ നടക്കും. അരവിന്ദ് മോഹനായി സ്തോത്രം പറയാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനി ജോർജ് പാസ്റ്റർക്കായി സ്തോത്രം പറയാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കെ എബ്രഹാം പാസ്റ്റർക്കായി സ്തോത്രം പറയാ. ബിന്നി ജോൺ പാസ്റ്റർക്കായി സ്തോത്രം പറയാ. ഹല്ലേലൂയ. കൊയറിനായി സ്തോത്രം പറയാ.
ഫയറിനായി സ്തോത്രം പറയാ. ആ നടക്കാൻ പോകുന്ന ഗ്രൗണ്ടിനായി സ്തോത്രം പറയാ. ആ നടക്കാൻ പോകുന്ന ഗ്രൗണ്ടിനെ ഞങ്ങൾ ആത്മാവിൽ ശുദ്ധീകരിക്കുകയാ. ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം. ഇപ്പോഴേ ദൂതന്മാർ അവിടെ കയറുന്നു. ദൂതന്മാർ ഇറങ്ങുന്നു, കയറുന്നു, ഇറങ്ങുന്നു, കയറുന്നു, ഇറങ്ങുന്നു. ആ ഗ്രൗണ്ടിനകത്ത് ദൂതന്മാർ കയറുന്നു, ദൂതന്മാർ ഇറങ്ങുന്നു. ഓ റബ, ഓ റബ, ഓ റബ, ഓ തബ, ഷബ ബാബ, റിബ ബാബ, റിക ബാബ, ഷബ ബാബ. ഓ അന്യഭാഷകളിൽ ഉറബാബ, റിക ബാബ. ജീസസ്, 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 ജീസസ്. 15 കിലോമീറ്റർ ചുറ്റളവ്. ഭയങ്കര ദൈവസാന്നിധ്യത്തിനകത്ത് കത്തുക ദൈവമക്കളെ. എനിക്ക് സത്യത്തിൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ശരദ്വാസേ. ഭയങ്കര തീ ഇതിനകത്ത് കത്തിക്കൊണ്ടിരിക്കുക. അത് അനുഭവിക്കുന്നവർ സ്വീകരിച്ചോണം. 15 കിലോമീറ്റർ ചുറ്റളവിൽ ഞങ്ങൾ തീക്കട്ടകൾ വാരിയെറിയുക. തീക്കനലുകൾ ഞങ്ങൾ വാരിയെറിയുക. ഓ ഹോ 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 ഹോ. തീക്കനലുകൾ ഞങ്ങൾ വാരിയെറിയുക. തീക്കനലുകൾ ഞങ്ങൾ വാരിയെറിയുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ, 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 ആമേൻ. കർത്താവേ, ഞങ്ങൾ 15 കിലോമീറ്റർ ചുറ്റളവിൽ ഞങ്ങൾ അവകാശം പറയുകയാണ്. ഞങ്ങൾ അവകാശം പറയുക. 15 കിലോമീറ്ററിനകത്ത് ദൈവം ഞങ്ങൾക്ക് അളന്നു തരാൻ പോകുന്നതിനായി സ്തോത്രം. അളന്നു തരാൻ പോകുന്നതിനായി സ്തോത്രം. അളന്നു തരാൻ പോകുന്നതിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ സംഭവിക്കും. ഈ ദിവസങ്ങളിൽ ഞങ്ങളത് കാണും. ഞങ്ങളത് കാണും. ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പിട്ട് ഞങ്ങളത് കാണും. വിശ്വസിക്കുന്നവർ കരമടിച്ച്